വിശുദ്ധ ഫൗസ്റ്റീനായുടെ ഡയറിയിൽ 14 പ്രാവശ്യം ഈ തിരുനാളിനെ കുറിച്ച് ഈശോ സംസാരിക്കുന്നുണ്ട്. അത്ര പ്രാധാന്യമേറിയ തിരുനാളാണിത്. വലിയ പ്രസാദവരങ്ങൾ നമ്മിലേക്ക് ഒഴുകുന്ന ദിവസമാണ്. വലിയ മാനസാന്തരത്തിന്റെയും വിടുതലിന്റെയും കൃപാവരങ്ങളും ലഭിക്കുന്ന സുപ്രധാന ദിവസമാണ്. തോമാസ് ലീഹ ഈശോയുടെ തിരുഹൃദയത്തിലെ മുറിവുകളെ നോക്കി വലിയ വിശ്വാസ പ്രഖ്യാപനം നടത്തുന്ന തിരുനാളാണ്. ഒരവസരത്തിൽ പൂന്തോട്ടത്തിലായിരുന്നപ്പോൾ വളരെ പ്രക്ഷോഭിതനായ ഈശോയെ ഞാൻ കണ്ടു. അവിടുന്ന് എന്നോട് പറഞ്ഞു, ഞാൻ നിന്നോട് പറയുന്നത് നീ എഴുതുക. നിന്നോടൊന്നായി യോജിച്ചിരിക്കുന്നതാണ് എൻ്റെ ആനന്ദം. ഞാൻ വലിയ ആഗ്രഹത്തോടെ കൊതിച്ചു കാത്തിരിക്കുകയാണ്. നിന്റെ ഭവനത്തിൽ ഔദ്യോഗികമായി എനിക്ക് എപ്പോൾ വസിക്കാൻ സാധിക്കും? എൻ്റെ ചൈതന്യം അപ്പോൾ ആ മഠത്തിനുള്ളിൽ വസിക്കും. ആ പ്രദേശത്തെ മുഴുവൻ വളരെ പ്രത്യേകമായി ഞാൻ അനുഗ്രഹിക്കും. എൻ്റെ പിതാവിൻ്റെ നീതിക്ക് അനുയോജ്യമായി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ശിക്ഷകൾ നിങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി ഞാൻ തടഞ്ഞു നിർത്തും. എൻ്റെ മകളെ, നിന്റെ പ്രാർത്ഥനകളിലേക്ക് എൻ്റെ ഹൃദയത്തെ ഞാൻ ചായിക്കും. നിന്റെ ഈ ലോക ജീവിതത്തിൻ്റെ ചുമതലയും കർത്തവ്യവും സമസ്ത ലോകത്തിനും വേണ്ടി കരുണയ്ക്കായി യാചിക്കുക എന്നതാണ്. പരിപൂർണ വിശ്വാസത്തോടെ എൻ്റെ കരുണയിൽ ശരണപ്പെടാതെ ഒരു ആത്മാവും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. അതുകൊണ്ട് ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ആദ്യത്തെ ഞായറാഴ്ച ദൈവകാരുണ്യത്തിൻ്റെ തിരുനാളായി ആചരിക്കണം. എൻ്റെ ഉന്നതവും അളവറ്റതുമായ കരുണയെക്കുറിച്ച് അന്നേ ദിവസം പുരോഹിതർ പ്രസംഗിക്കണം. എൻ്റെ കാരുണ്യത്തിൻ്റെ കാര്യസ്ഥയായി ഞാൻ നിന്നെ നിയോഗിക്കുന്നു. എൻ്റെ ഛായാചിത്രം പള്ളിയിൽ പരസ്യമായി പ്രതിഷ്ഠിക്കണം. അത് മഠത്തിനുള്ളിലെ ആവൃത്തിയിൽ സൂക്ഷിക്കാനുള്ളതല്ലെന്ന് നീ കുമ്പസാരക്കാരനോട് പറയണം. ഈ ചിത്രത്തിലൂടെ ഞാൻ അനവധി കൃപകൾ ആത്മാക്കളിലേക്ക് ഒഴുക്കും. അതിനാൽ എല്ലാ ആത്മാക്കൾക്കും അതിനെ സമീപിക്കാൻ സാധിക്കട്ടെ. ഒരവസരത്തിൽ ഈ വാക്കുകൾ ഞാൻ ശ്രവിച്ചു. എൻ്റെ മകളെ, എൻ്റെ അഗ്രാഹ്യമായ കരുണയെപ്പറ്റി സമസ്ത ലോകത്തോടും പറയുക. എല്ലാ ആത്മാക്കൾക്കും, പ്രത്യേകിച്ച് കഠിന പാപികൾക്ക് കരുണയുടെ തിരുനാൾ അഭയവും സംരക്ഷണവുമായി തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ ദിവസം എൻ്റെ അനുകമ്പാർദ്രമായ കരുണയുടെ ആഴങ്ങൾ ഞാൻ തുറക്കും. എൻ്റെ കരുണയുടെ ഉറവിടത്തെ സമീപിക്കുന്ന ആത്മാക്കളുടെ മേൽ ഞാൻ പ്രസാദവരത്തിൻ്റെ വൻകടൽ തന്നെ ഒഴുക്കും. അന്നേ ദിവസം കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ആത്മാക്കൾക്ക് പരിപൂർണ പാപമോചനവും കടങ്ങളുടെ പൊറുതിയും ലഭിക്കും. അന്നേ ദിവസം ദൈവിക പ്രസാദവരമൊഴുകുന്ന എല്ലാ ചാലുകളും ഞാൻ തുറന്നുവിടും. ഒരാത്മാവ് പോലും തൻ്റെ പാപങ്ങൾ എത്ര കടും ചുവപ്പാണെങ്കിലും എൻ്റെ അടുക്കൽ വരുവാൻ ഭയപ്പെടരുത്. മാനുഷികമോ അമാനുഷികമോ ആയ ബുദ്ധിക്ക് ഒരിക്കലും അളക്കാനാവാത്ത വിധം എൻ്റെ കരുണ അത്ര ഉന്നതമാണ്. അത് നിത്യതയോളം അങ്ങനെ തന്നെയായിരിക്കും. എൻ്റെ അനുകമ്പാർദ്രമായ കരുണയിൽ നിന്നാണ് എല്ലാ സൃഷ്ടികളും അസ്തിത്വം സ്വീകരിച്ചിരിക്കുന്നത്. എന്നോടുള്ള സഹവാസത്തിൽ എല്ലാ ആത്മാക്കളും എൻ്റെ സ്നേഹത്തിലും കരുണയിലുമാണ് നിത്യതയിൽ എപ്പോഴും മുഴുകിയിരിക്കുന്നത്. എനിക്ക് നിങ്ങളോടുള്ള വാത്സല്യത്തിൽ നിന്നാണ് കരുണയുടെ തിരുനാൾ ഉത്ഭൂതമായത്. ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ആദ്യത്തെ ഞായറാഴ്ച ഇത് സാഘോഷം കൊണ്ടാടണമെന്നതാണ് എൻ്റെ അഭിലാഷം. എൻ്റെ കരുണയുടെ ഉറവയിൽ അണയാതെ മാനവകുലത്തിന് സമാധാനം ലഭിക്കുകയില്ല. വിസ്മയിപ്പിക്കുന്ന കരുണ, അത്ഭുതമായൊരു കരുണ, വിസ്മയിപ്പിക്കുന്ന കരുണ, അത്ഭുതമായൊരു കരുണ, ആരിലും ശ്രേഷ്ഠമാം കരുണ, അന്തമില്ലാത്തൊരു കരുണ,
ആരിലും ശ്രേഷ്ഠമാം കരുണ, അന്തമില്ലാത്തൊരു കരുണ. ആബാപിതാവിന്റെ കരുണ, ശ്രീയേശുനാഥന്റെ കരുണ, പാവനാത്മാവിന്റെ കരുണ, ത്രിയേക ദൈവത്തിൻ കരുണ. ആബാപിതാവിന്റെ കരുണ, ശ്രീയേശുനാഥന്റെ കരുണ, പാവനാത്മാവിന്റെ കരുണ, ത്രിയേക ദൈവത്തിൻ